ഹായ് ഓൾ, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാർ ഡെൽറ്റ കണക്ഷനാണ്. സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ നമ്മൾ ഒട്ടുമിക്ക സർക്യൂട്ട് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ കാണുന്ന ഒരു ഏരിയയാണ് സ്റ്റാർ ടു ഡെൽറ്റ അല്ലെ ഡെൽറ്റ ടു സ്റ്റാർ. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാർ ടു ഡെൽറ്റ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കാൻ. അപ്പം ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വരച്ച സർക്യൂട്ടിന് പറയുന്നതാണ് സ്റ്റാർ കണക്ഷൻ. ഇത് ഒരിക്കലും ഇങ്ങനെ മാത്രമായിട്ടായിരിക്കില്ല, നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്നൊരു ചിലപ്പോൾ സർക്യൂട്ട് വലിയൊരു സർക്യൂട്ടാണ്, ഇൻ ബിറ്റ്വീനിൽ വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ വരുന്നത്. സോ സ്റ്റാറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റാർ ഇതാണ് സ്റ്റാർ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റാർ കണക്ഷൻ ആൻഡ് റൈറ്റ് സൈഡിൽ വരുന്നതാണ് ഡെൽറ്റ കണക്ഷൻ. സോ സ്റ്റാർ ആൻഡ് ഡെൽറ്റ. ഇവിടെ ഇതിൻ്റെ ഒരു ഈസി ആയിട്ട് നമുക്ക് ഒരു കറസ്പോണ്ടിങ് സ്റ്റാർ നെറ്റ്വർക്ക് സ്റ്റാർ കണക്ഷൻ നമ്മളൊരു സർക്യൂട്ടിൽ കണ്ടാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എളുപ്പത്തിൽ വരയ്ക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. ഈ എക്സിന്റെ ഇതിപ്പോൾ ഒരു സ്റ്റാർ ആണ്, സ്റ്റാറിനെ ഡെൽറ്റ ആക്കാനായിട്ട് എക്സിന്റെയും സെഡിന്റെയും ജോയിൻ ചെയ്തിട്ട് ഒരു റെസിസ്റ്റർ വെക്കാം, വൈക്കും എക്സിനും ജോയിൻ ചെയ്തിട്ട് ഒരു റെസിസ്റ്റർ, സെഡ് വൈ ജോയിൻ ചെയ്തിട്ട് വേറൊരു റെസിസ്റ്റർ, ഇങ്ങനെ 3 റെസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സെറ്റപ്പ് എന്തായി സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. അപ്പൊ സ്റ്റാർ ഡെൽറ്റ, പിന്നെ അവിടെ RX RY RZ കൊടുത്ത കാരണം നമ്മൾ ഡെൽറ്റയ്ക്ക് R1 R2 R3 എന്ന് നമ്മൾ പേര് കൊടുക്കും. പേര് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അതൊന്നും വലിയ പ്രസക്തിയില്ല. സോ ദിസ് ഈസ് ഹൗ എ സ്റ്റാർ ഈസ് കൺവേർട്ടഡ് ടു ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് ഫിഗർ സർക്യൂട്ടിന്റെ രൂപത്തിൽ. ഇനി ഇതിന്റെ ഡെറിവേഷൻ വലിയ കാര്യമുള്ള കേസല്ല, പക്ഷെ ഇതിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫോർമുല മേക്ക് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടേണ്ടത് R1 R2 R3 വാല്യൂസ് ആണ് കിട്ടുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സ്റ്റാർ ഈസ് കൺവേർട്ടിംഗ് ടു ഡെൽറ്റ. സോ RX RY RZ is converted to R1 R2 R3. ഇങ്ങനെയായിരുന്നു കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എളുപ്പം ഓർത്തിരിക്കാനുള്ള വേറൊരു ടെക്നിക്ക് കൂടിയുണ്ട്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, സ്റ്റാർ ടു ഡെൽറ്റ ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ, ആ കൺവേർട്ട് ചെയ്യുന്ന ഫോർമുലയുടെ ന്യൂമറേറ്റർ വിൽ ബി സെയിം. എല്ലാത്തിലും ഈ R1 R2 R3 കണ്ടുപിടിക്കുന്ന ഫോർമുലകളിൽ ന്യൂമറേറ്റർ വിൽ ബി സെയിം, ഓൺലി ചേഞ്ചസ് വിത്ത് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഇങ്ങനെയാണ് വരിക. R1 is equal to RX RY, കാരണം നമുക്കിപ്പോൾ അറിയാവുന്ന ഫോർമുല, അറിയാവുന്ന വാല്യൂസ് ഓൺലി വിത്ത് സ്റ്റാർ കണക്ഷന്റെ വാല്യൂസ് മാത്രം. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ RX RY RZ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. RX RY പ്ലസ് RY RZ പ്ലസ് RZ RX, അതായത് എല്ലാ റെസിസ്റ്റൻസും പെയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തിട്ട് ആര് വെക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. R1 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ R1 എന്ന് പറയുന്നത് എവിടെ വരുന്നത്? R1 എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ വരച്ചപ്പം R1 ഇവിടെ വന്നു. ഈ R1 അഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന സ്റ്റാറിലെ വാല്യൂ ഏതാന്ന് നോക്കുക. സ്റ്റാറിലെ വാല്യൂ Z ആണ്. സോ ദിസ് ഈസ് ഡിവൈഡഡ് ബൈ Z. Now R2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ R2 is equal to numerator is same, RX RY plus RY RZ plus RZ RX divided by R2ന്റെ ഓപ്പോസിറ്റ്, R2 ഇതാണ്, R2ന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇറ്റ് ഇസ് RX. So divided by RX. Now what is R3? R3 is equal to RX RY plus RY RZ plus RZ RX divided by, നോക്കുക R3 ഇവിടെയാണ്, R3ക്ക് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ആള് this is RY. So divided by RY. This is how the conversion of star to delta is done. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡെൽറ്റ ടു സ്റ്റാർ ഞാൻ കാണിച്ചു തരാം. താങ്ക് യു.